ഹായ്, LK ആണ്. ഇന്ന് ഈ കഥ പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത് എന്ന ശ്രീനിവാസൻ ഡയലോഗാണ്. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എൻ്റെ മോൻ്റെ IAS പോയെന്നും പറഞ്ഞ് എൻ്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇതൊക്കെ കേട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷകളിൽ തോൽക്കുമ്പോൾ നമുക്കും കാണും പറയാൻ ഏറിയും കുറഞ്ഞും ഇതുപോലെ ചില കാരണങ്ങൾ. ഇന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ IAS പോയേ എന്ന് പറഞ്ഞ് കരയാത്തൊരച്ഛൻ്റെയും ഇക്കൊല്ലം പോയാലെന്താണ്, കൊല്ലങ്ങൾ മുമ്പിലിങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ എന്ന് പറഞ്ഞ ഒരു മകൻ്റെയും കഥയാണ്. അവനൊരു തമിഴ്നാട്ടുകാരനാണ്. പേര് ജയഗണേഷ്. വെല്ലൂർ ജില്ലയിലെ വിനയമംഗലം ഗ്രാമത്തിലാണ് ജയഗണേഷിൻ്റെ ജനനം. 4500 രൂപ മാത്രം മാസശമ്പളമുള്ള ഒരു തുകൽ ഫാക്ടറിയിലെ സൂപ്പർവൈസറായിരുന്നു അച്ഛൻ. പക്ഷേ ആ അച്ഛന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, തൻ്റെ മകൻ ഒരു IASകാരനാവണം എന്ന സ്വപ്നം. പക്ഷേ ജയഗണേഷിന് കിട്ടിയ ജോലി നാട്ടിലെ ചായക്കടയിലെ വെയിറ്ററുടെ ജോലിയായിരുന്നു. ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ താമസിച്ചിരുന്ന ഗ്രാമമാണ് വിനയമംഗലം. ഓട്ടോ ഓടിച്ചും കൂലിവേല ചെയ്തും വണ്ടി കഴുകിയും തളർന്നു വരുന്ന കൂട്ടുകാർക്കൊപ്പം വലിയ സ്വപ്നങ്ങൾ കണ്ട് തൻ്റെ വലിയ സ്വപ്നങ്ങൾ പങ്കുവച്ച് ജയഗണേഷ് അങ്ങനെ നടക്കും. അവരെപ്പോഴും പറയും, നാം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മാത്രമേ സ്വപ്നം കാണാവൂ എന്ന്. കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്വപ്നം കാണുന്നവരെന്ന ദുഷ്പേര് അവനുമുണ്ട്, അവൻ്റെ അച്ഛനുമുണ്ട്. ചായക്കടയിലെത്തിയിരുന്ന നാട്ടുകാർ കലക്ടറെ ഇവിടെ ഒരു ചായ എന്ന് കളിയാക്കിയിട്ടുണ്ട്. അതിനു മുമ്പിലൊന്നും ഒരിത്തിരി പോലും പതറാതെ ജയഗണേഷ് കഷ്ടപ്പെട്ട് പഠിച്ച് IAS പരീക്ഷ എഴുതി വൃത്തിയിൽ തോറ്റു. രണ്ടാമത് പഠിച്ച് വീണ്ടും എഴുതി, അതും തോറ്റു. 2 തോൽവിയോടെ ഇനി നിർത്തിക്കൂടെ എന്ന ചോദ്യം പിന്തുടർന്നു തുടങ്ങി. 3ാമതും 4ാമതും 5ാമതും തോറ്റതോടെ ആളുകൾ തലവെട്ടം കണ്ടാൽ ചിരിക്കുന്ന അവസ്ഥയായി. 6ാമത്തെ തോൽവിയോടെ അച്ഛനു മനസ്സിലായി താൻ മകനിൽ കുത്തിവെച്ചത് അവനൊരിക്കലും എടുത്താൽ പൊങ്ങാത്ത ഒരു സ്വപ്നമായിരുന്നു എന്ന്. കഴിഞ്ഞുപോയത് വിലപ്പെട്ട 6 വർഷങ്ങളായിരുന്നു എന്ന്. കൊല്ലത്തിൻ്റെ വില പറഞ്ഞ് ഉപദേശിക്കാൻ വരുന്നവരോടൊക്കെ ജയഗണേഷ് പറയും, ഈ കടന്നുപോയ കൊല്ലങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കാൻ കേവലം ഒരു IAS മതിയെന്ന്. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കും. അവരവനെ കൂകി വിളിച്ചോടിക്കും. തോറ്റു 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 തൊപ്പിയിട്ടവനാണ് ഞാൻ. കൂക്കിവിളിയും പരിഹാസവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞാണ് 7ാമത്തെ വട്ടം IAS പരീക്ഷ എഴുതാൻ പോയത്. 7ാമത്തെ വട്ടം എന്നാൽ അവസാനത്തെ വട്ടമാണ്. കൊല്ലം 2008. വീട്ടിൽ നിന്നിറങ്ങി പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ കണ്ട മനുഷ്യർ മുഴുവൻ തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് IAS എക്സാമിനേഷൻ എഴുതാൻ ജയഗണേഷ് പരീക്ഷാ ഹാളിലെത്തുന്നത്. ആ അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. മാസശമ്പളം കൊണ്ട് വീട് പോറ്റാൻ പോലും കഴിയാത്ത ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറുടെ മകൻ, ഹോട്ടലിലെ വിളമ്പുകാരൻ കലക്ടർ ജയഗണേഷ്. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും പൊട്ടിച്ചിരിയും പരിഹാസവും ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പരീക്ഷാ ഹാളിൽ നിന്ന് അവൻ പുറത്തിറങ്ങുന്നത് ജയഗണേഷ് IAS ആയാണ്. ഒറ്റ സ്വപ്നം, 7 വർഷങ്ങൾ ജയഗണേഷ് IAS. കൂക്കി വിളിച്ചവരെ കൊണ്ട് മുഴുവൻ കൈയടിപ്പിച്ച് തമിഴ്നാട് കേഡറിലെ IAS ഓഫീസറുടെ കസേരയിൽ ഇന്ന് ജയഗണേഷ് ഉണ്ട്. നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നതൊന്നുമല്ല, നമ്മുടെ സ്വപ്നമാണ് നമ്മളെ വളർത്തുക എന്നോർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ വളർത്തും. ആൾ ദി ബെസ്റ്റ്. Xylem ലേണിംഗ് ആപ്പ് അഭിമാനത്തിന്റെ ആദ്യ വർഷം